അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരാളുടെ സഞ്ചിയിൽ 1,15,751 രൂപ. ഇത് 2 ആഴ്ച മുമ്പ് ഇടുക്കിയിലെ രാജാക്കാട് ടൗണിലാണ് ഈ സംഭവം. അവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തി, ശശി എന്ന ആൾ, 64 വയസ്സുണ്ട്, കടത്തിണ്ണയിലാണ് കിടക്കുന്നത്. അവിടെ രാജാക്കാട് ക്രിസ്തുരാജ പള്ളിയുടെ സമീപത്തെ ഒഴിഞ്ഞ സ്കൂളിൻ്റെ ആ തിണ്ണയിലാണ് സ്ഥിരമായിട്ട് കിടക്കുന്നത്. വൃക്ക രോഗിയായിരുന്നു. എല്ലാവരും സംഭാവനയൊക്കെ കൊടുക്കും, അലഞ്ഞു തിരിഞ്ഞിങ്ങനെ നടക്കും. ഇയാൾ അവിടെ കളീക്കൽ ജുവലറി എന്ന് പറഞ്ഞ ഒരു ജുവലറി ഉണ്ട്. ആ ജുവലറിയുടെ വക ഒരു കെട്ടിടത്തിൻ്റെ ഒരു മുറിയുടെ അകത്ത് ഇയാളൊരു സഞ്ചി വെക്കും. കളീക്കൽ ജുവലറി ഉടമ അത് അനുവദിച്ചിരുന്നു. വെറുതെ കിടക്കുന്ന മുറിയാണ്. അവിടെ ഇയാളുടെ ശരീരത്തിൽ ധരിക്കുന്ന വസ്ത്രങ്ങളും അതും ഇതും പുതപ്പുമല്ല അവിടെ സഞ്ചിക്കകത്ത് ആക്കി അവിടെ വെക്കും. കടത്തിണ്ണയിലാണ് കിടപ്പ്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിനെ അവിടെ പൊതുശ്മശാനത്തിൽ കൊണ്ടുപോയി എല്ലാവരും സഹകരിച്ച് കർമ്മങ്ങളൊക്കെ ചെയ്ത് അദ്ദേഹത്തിനെ അവിടെ ദഹിപ്പിച്ചു. കളീക്കൽ ജുവലറി ഉടമയുടെ ആ മുറിക്കകത്തിരിക്കുന്ന ഒരു തുണിക്കെട്ട് എന്താണെന്നറിയാൻ അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡൻറ്റിനെയും മറ്റും അറിയിച്ചു. അവരുടെ സാന്നിധ്യത്തിൽ ജുവലറി ഉടമയും ചേർന്ന് ആ സഞ്ചി അഴിച്ചു നോക്കി. ആ തുണിക്കെട്ടിനകത്ത് 1,15,751 രൂപ അവർ എണ്ണിയെടുത്തു. ഇതിന് ആരുമില്ല എങ്കിലും ഒരു സഹോദരനും 2 സഹോദരിമാരും പാവങ്ങളായ ആൾക്കാരുണ്ട് എന്നാണ് കണ്ടെത്തിയത്. പഞ്ചായത്ത് പ്രസിഡൻറ്റ്, അത് ജുവലറി ഉടമ, അവിടെ സാമൂഹിക പ്രവർത്തകർ, പഞ്ചായത്ത് മെമ്പർമാർ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു സഹോദരനും 2 സഹോദരിമാരെ വിളിച്ചു വരുത്തി ഈ തുക ബോധ്യപ്പെടുത്തിയിട്ട് അവർക്ക് തുല്യമായിട്ട് 3 പേർക്ക് ഈ പണം കൊടുത്തു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഇങ്ങനെ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടുത്തുള്ള ചെറിയ മോശ വിചാരമുള്ളവരൊക്കെ തപ്പി ആ പണം എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഏതായാലും കളീക്കൽ ജുവലറിക്കാരെ ഒരു മുറിക്കകത്താണ് ഈ കെട്ട് വെക്കാൻ അദ്ദേഹം അനുവദിച്ചുകൊണ്ട് ഈ പണം സേവ് ചെയ്യാൻ പറ്റി. ഇദ്ദേഹത്തിൻ്റെ ആ കെട്ടിനകത്ത് പണം ഉണ്ടെന്നാരും പ്രതീക്ഷിച്ചില്ല. ഏതായാലും ശശിയുടെ മരണത്തോടു കൂടി അദ്ദേഹത്തിന് ആ മുറിയിലെ അദ്ദേഹത്തിൻ്റെ പണ്ടക്കെട്ട് തുണിയുടെ അത് അഴിച്ച് മുഴുവൻ പരിശോധിക്കാനായിട്ട് ജുവലറി ഉടമ തന്നെ ചെയ്താൽ ശരിയാവില്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹം പഞ്ചായത്ത് അധികൃതരെ അറിയിച്ച് എല്ലാവരും യോജിച്ചായി അത് അത് എണ്ണി തിട്ടപ്പെടുത്തിയത്. എന്തായാലും പാവങ്ങളായ 2 സഹോദരിമാർക്കും അതുപോലെ തന്നെ ഒരു സഹോദരനും ഏകദേശം 50,000 രൂപ വെച്ച്, അല്ലെങ്കിൽ 40 രൂപ, 45, 50 രൂപ ഉണ്ടായിരിക്കാം. ഏതായാലും അത് തുല്യമായി ഡിവൈഡ് ചെയ്ത് അവർ കൊടുത്തു എന്നുള്ളത് നല്ല കാര്യമായിട്ട് തോന്നുന്നുണ്ട്. സത്യസന്ധരായ കളീക്കൽ ജോലിക്കാരെ, പഞ്ചായത്തുകാരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള പണമൊന്നും കിട്ടില്ല, ആരെങ്കിലും അടിച്ചു മാറ്റുന്ന കാഴ്ചയാണ് കേരളത്തിൽ കണ്ടിരിക്കുന്നത്. ഏതായാലും ഇവരുടെ പ്രവൃത്തി മാതൃകാപരമാണ്. രാജാക്കാട് അവിടുത്തെ ആ ജോലിക്കാരനും അവരെ ഒപ്പം നിന്ന പഞ്ചായത്ത് അധികൃതരും അവരൊക്കെ ഇങ്ങനെയുള്ള കാര്യത്തിൽ നല്ല സഹകരണം പരസ്പരം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവരുടെ പൊതുവായ തീരുമാനം അവരുടെ ഈ മരിച്ചയാളുടെ സഹോദരങ്ങൾക്ക് പണം വേയിച്ചു കൊടുക്കുക. ഇത് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. ധാരാളം ആൾക്കാർ അലഞ്ഞു തിരിയുന്ന ഒരു ലക്ഷക്കണക്കിന് രൂപ അവരുടെയൊക്കെ പാണ്ടക്കെട്ടിനകത്തൊക്കെ ഉണ്ട്, അവർ സൂക്ഷിച്ചു വെക്കുന്നതാണ്. അവർ തെണ്ടി നടന്ന് ഓരോ വീടുകളിൽ നിന്ന് തെണ്ടി പിരിച്ചെടുക്കുന്ന പണം ലക്ഷക്കണക്കിന് ആൾക്കാർ, ലക്ഷക്കണക്കിന് രൂപ പല അലഞ്ഞു തിരിയുന്നവരുടെ കസ്റ്റഡിയിൽ കാണപ്പെട്ട് പലയിടത്തും, പക്ഷെ പലതും നഷ്ടപ്പെട്ടതായിട്ടും കാണുന്നുണ്ട്. ഏതായാലും ഇവിടെ ചെയ്ത മാതൃപരമായ ഒരു പ്രവൃത്തി ആയതുകൊണ്ട് അവർക്കെല്ലാം അഭിനന്ദനങ്ങളും ഞാൻ നേരുകയാണ്.